തിരുവനന്തപുരം കേശവദാസപുരത്ത് സ്വകാര്യ ഹോട്ടൽ ജീവനക്കാർ ഭക്ഷണ വിതരണ കമ്പനി ജീവനക്കാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. സൊമാറ്റോയിൽ ജോലി ചെയ്യുന്ന വട്ടിയൂർക്കാവ് സ്വദേശി അഭിമന്യുവിനാണ് മർദ്ദനമേറ്റത്. പാർക്കിംഗ് ഏരിയയിൽ വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദനത്തിന്റെ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെ ഉച്ചയോടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ എടുക്കാൻ അഭിമന്യു വരുമ്പോഴാണ് സംഭവങ്ങളുടെ തുടക്കം. യുവാവിനെ ഹോട്ടൽ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതും യുവാവ് പ്രതിരോധിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സൊമാറ്റോയിൽ ജോലി ചെയ്യുന്ന യുവാവ് ഭക്ഷണ വിതരണ കമ്പനിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറിയില്ല എന്നും ആരോപണമുണ്ട്. പരാതി ലഭിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ കോളേജ് SHO G സാബുവും അറിയിക്കുന്നു. ഹോട്ടൽ ജീവനക്കാരൻ കസ്റ്റമേഴ്സിന്റെ കാർ പാർക്ക് ചെയ്യുന്നതിനിടയിലാണ് തർക്കമുണ്ടായത്. ഈ സമയത്ത് ജീവനക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് യുവാവ് ബൈക്ക് മാറ്റിയെങ്കിലും പിന്നീട് ഇരു കൂട്ടരും തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുകയായിരുന്നു. ഇതോടെ യുവാവ് ജീവനക്കാരോട് തട്ടിക്കയറുകയും ഹോട്ടലിൽ നിന്ന് കൂടുതൽ പേരെത്തി വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. കസ്റ്റമറുടെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയിടാൻ ഡെലിവറി ബോയിയുടെ ബൈക്ക് തടസ്സമായെന്നും മാറ്റാൻ പലവട്ടം പറഞ്ഞിട്ടും അനുസരിച്ചില്ല എന്നുമാണ് റെസ്റ്റോറന്റ് ജനറൽ മാനേജർ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. തർക്കത്തിനിടെ ഡെലിവറി ബോയ് അസഭ്യം പറഞ്ഞെന്നും ഡ്രൈവറെ ആദ്യം മർദ്ദിച്ചെന്നുമാണ് ഹോട്ടൽ ജീവനക്കാരുടെ വാദം. ഹോട്ടലിലെത്തിയ കസ്റ്റമറുടെ വാഹനം പാർക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത വിധം അഭിമന്യു തടസ്സമുണ്ടാക്കിയെന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത്. ഇതിനിടെ മറ്റ് 2 ഡ്രൈവർമാർ ഡെലിവറി ബോയിയെ തല്ലിയെന്നും സംഭവത്തിൽ റെസ്റ്റോറന്റിലെ 3 ഡ്രൈവർമാർക്ക് മെമ്മോ നൽകിയെന്നും ജനറൽ മാനേജർ അറിയിക്കുന്നുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഇരു കൂട്ടരും ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.